ദിവസങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് ഇന്ന് കേരളം ഇലക്ഷൻ ബൂത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇക്കണ്ട ദിവസത്തിനിടയിൽ എന്തെല്ലാം കോലാഹലങ്ങളായിരുന്നു. വാദപ്രതിവാദങ്ങളും അവകാശവാദങ്ങളും വെല്ലുവിളികളും. ഇതിനിടയിലാണ് കുറച്ചു കാലമായി ആറിത്തണുത്തു കിടന്ന കണ്ണൂരിലെ ബോംബ് നിർമ്മാണം ഇരട്ടി ശക്തിയോടെ പാനൂരിലെ ബോംബ് സ്ഫോടനത്തോടെ ഉയർന്നു വരുന്നത്. ഈ സ്ഫോടനം ഒറ്റപ്പെട്ട സംഭവമല്ല. നിരവധി സംഭവങ്ങൾ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. തലശ്ശേരിയിൽ ബോംബ് നിർമ്മാണത്തിനിടയിൽ 2 പേർ കൊല്ലപ്പെട്ടത് സംബന്ധിച്ച് അന്വേഷണം നടക്കവേ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ച് സഖാക്കളുടെ സമരം. ഉദ്ഘാടനം ചെയ്തതാകട്ടെ അന്നത്തെ പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. അന്ന് അദ്ദേഹം പറഞ്ഞതിങ്ങനെയാണ്: വേണ്ടിവന്നാൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും ബോംബുണ്ടാക്കുമെന്ന്. ഇന്നത്തെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ ബോംബിന്റെ രാഷ്ട്രീയവുമായി പാർട്ടിക്ക് ഒരു ബന്ധവുമില്ലെന്ന് തള്ളിപ്പറയുകയും ചെയ്തു. ഇനി ഒരുപക്ഷെ വോട്ടെടുപ്പും കോലാഹലവും കഴിഞ്ഞാൽ ഇത് മാറി മറിഞ്ഞേക്കാം. വടകരയിൽ നിന്നും തന്നെയാണ് പിന്നത്തെ വിവാദം. CPM-ലെ വനിതാ സ്ഥാനാർത്ഥിക്കെതിരെ വ്യക്തിപരമായി സൈബർ ആക്രമണം നടത്തിയെന്നതാണ് ആക്ഷേപം. ഞാൻ അങ്ങനെ നടത്തിയിട്ടേയില്ലെന്ന് UDF സ്ഥാനാർത്ഥി. ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഏറ്റുപിടിക്കാൻ മുഖ്യമന്ത്രിയുടെ പാർട്ടി സെക്രട്ടറിയും വനിതാ സ്ഥാനാർത്ഥിയും ഒരു ഭാഗത്ത്, പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും UDF സ്ഥാനാർത്ഥിയും മറുഭാഗത്ത്. ഇതിനിടയിൽ ചർച്ചയായത് കേരള സ്റ്റോറി. ഈ സിനിമയ്ക്കെതിരെ ഇടതും വലതും ഒരുപോലെ വിമർശനവുമായി രംഗത്ത് വന്നു. കേരള സ്റ്റോറി സംഘപരിവാറിന്റെ അജണ്ടയാണെന്ന് മുഖ്യമന്ത്രി. കേരളത്തിൽ ഇങ്ങനെയൊരു കഥയില്ലെന്ന് പ്രതിപക്ഷ നേതാവ്. വയനാട്ടിൽ നിന്നാണ് മറ്റൊരു വാർത്ത. രാഹുലിന്റെ റാലിയിൽ പാകിസ്ഥാൻ കൊടികളും എന്ന പ്രചരണം വലിയ ക്ഷീണമുണ്ടാക്കിയതുകൊണ്ടാവണം ഇത്തവണ ലീഗിന്റെ കൊടി വേണ്ടെന്ന നിർദ്ദേശം കോൺഗ്രസ് മുന്നോട്ട് വെച്ചു. ഞങ്ങളുടെ വോട്ട് വേണം, പക്ഷേ കൊടി പറ്റില്ലെന്ന ന്യായം നടക്കില്ലെന്ന് മുസ്ലിം ലീഗും പറഞ്ഞു. അങ്ങനെയെങ്കിൽ നമുക്കാരുടെയും കൊടിയില്ലാതെ റോഡ് ഷോ നടത്താമെന്ന് ധാരണയുണ്ടാക്കി. ഈ കോലാഹലങ്ങൾക്കിടയിലാണ് തൃശൂർ പൂരം പോലും കലക്കാൻ ശ്രമം നടത്തിയത്. BJP സ്ഥാനാർത്ഥി ആശുപത്രി കിടക്കയിൽ നിന്നും ആംബുലൻസിലെത്തി പ്രശ്നത്തിൽ ഇടപെട്ടു. വൈകിയാണെങ്കിലും ചടങ്ങുകൾ നടന്നു. സ്ഥലത്തെ റവന്യൂ മന്ത്രിയോ MP-യോ MLA-യോ സ്ഥലത്തെങ്ങും കണ്ടതുമില്ല. UDF സ്ഥാനാർത്ഥിയുടെ വക കമന്റും വന്നു. BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് തിരിക്കാൻ മുഖ്യമന്ത്രി നടത്തിയ നാടകമാണിതെന്നായിരുന്നു മുരളീധരന്റെ കണ്ടെത്തൽ. രാഹുലിന്റെ പേരിനൊപ്പം ഗാന്ധി എന്ന് വെക്കുന്നതാണ് PV അൻവറിന് സംശയമുണ്ടാക്കിയത്. ഇയാളുടെ DNA നോക്കണമെന്ന ആവശ്യമാണ് ഒടുവിൽ രംഗം കൊഴുപ്പിച്ചത്. കൂട്ടത്തിൽ ദല്ലാളിന്റെ ആരോപണവും. എല്ലാത്തിനുമൊടുവിൽ ജനം തന്നെ രാജാവാകുന്ന വോട്ടെടുപ്പ് ദിവസം എത്തിക്കഴിഞ്ഞു. സകല രാഷ്ട്രീയ പാർട്ടികളും ഇക്കാലത്തിനിടയിൽ ചെയ്തുകൂട്ടിയ കൊള്ളരുതായ്മകൾക്ക് ജനം വിധി കുറിക്കുന്ന ദിവസം.